ഹലോ ഹൈസ്. ഹലോ. ജീവിതത്തിൽ മരിക്കണമെന്ന് തോന്നിയിട്ടുള്ളവരാണോ നിങ്ങൾ? ഇനിയിപ്പോൾ ജീവിക്കേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇനി എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് വിചാരിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ കാണേണ്ട, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, കൈയും കാലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ജീവിക്കുന്നു. 2 കൈ ഇല്ലാത്തവർ ജീവിക്കുന്നു. കാല് മാത്രമുള്ളവർ ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെവി ഇല്ലാത്തവർ, ചെവി കേൾക്കാത്തവർ, കണ്ണ് കാണാത്തവർ, അപ്പോൾ അങ്ങനെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് ജീവിക്കുന്നവർ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു ഫാമിലിയിൽ വലിയ ദുരന്തം ഉണ്ടായിട്ട് അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുമ്പോൾ അവർ ജീവിക്കുന്നില്ലേ? അപ്പോൾ അതുപോലെ നിങ്ങളും അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനത്തെ വാർത്തകൾ കേട്ടാൽ, കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോണില്ലേ, നിങ്ങൾ അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ കാണുന്നില്ലേ? അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോലും ജീവിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ കൈയുണ്ട്, കാലുണ്ട്, അല്ലെ, കണ്ണുണ്ട്, ചെവിയുണ്ട്, എല്ലാം എന്ന് വെച്ചാൽ ചെവിയുണ്ട് മീൻസ് നമുക്കെല്ലാം കേൾക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒക്കെ ഉള്ള നമ്മൾ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഓർത്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് പ്രേമ നൈരാശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് ജീവിക്കേണ്ട തോന്നുന്നതൊക്കെ ഇത് വിഡ്ഢിത്തരമെന്ന് മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. ഇപ്പൊ ചിലർ പറയും നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മൾ സഹിച്ചത് കൊണ്ടാണ് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു കൈയും അല്ലെങ്കിൽ ഒരു കാലും മാത്രമുള്ളവർ വരെ ജീവിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല. പക്ഷെങ്കിൽ അതിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. ഒന്നുമില്ലാത്ത ആൾക്കാർ പോലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉള്ളത് കൊണ്ട് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.